ഹലോ അരുൺ, അപ്പം എല്ലാവർക്കും എഡ്യൂക്കേറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇലക്ട്രോ കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് നമ്മൾ ഈ സെൽ റിയാക്ഷൻസ് ഒക്കെ എഴുതാറുണ്ടല്ലേ, അതായത് ക്യാഥോഡൊക്കെ വരച്ച് നമ്മൾ സംഭവം എഴുതാറുണ്ട്. സോ അതിൽ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് വരും, നമുക്ക് എങ്ങനെയാണ് ആനോഡ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ക്യാഥോഡ് കണ്ടുപിടിക്കുന്നതൊക്കെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു സംഭവമാണ്. സോ അത് വെച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, ഐഡന്റിഫൈങ് ആനോഡ് ആൻഡ് ക്യാഥോഡ് ഇൻ എ സെൽ റിയാക്ഷൻ. സോ ഇതിൻ്റെ രണ്ട് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു. സോ ബേസിക്കലി എന്താണ്, ബേസിക്കലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു സെൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്തൊരു ആനോഡ്, ഒരു കാഥോഡ്, ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട് അല്ലേ. സോ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ഇസഡൻ സിങ്കിൻ്റെ തന്നെ എടുക്കാം. ഇസഡൻ 2+ ബാർ ഇസഡൻ ഇസഡൻ ബാർ ഇസഡൻ 2+ സോൾട്ട് ബ്രിഡ്ജ്. ഇപ്പം നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് CU ആണെങ്കിൽ CU+2 ബാർ CU. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ആണ് അല്ലേ. സോ ഇതിനകത്ത് എന്താണ് ആനോഡ് കാഥോഡൊക്കെ വരുന്നുണ്ട്. സോ അതിനു മുമ്പേ ഞാൻ പറയാം എന്താണ് ആനോഡ് അല്ലെ എന്താണ് കാഥോഡിൽ നടക്കുന്നതെന്ന് യൂഷ്വലി ഞാൻ പറയാം. സോ എന്താണ് ആനോഡ്? ആനോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കാഥോഡ്, ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണ് ആനോഡ്, എന്താണ് കാഥോഡ് എന്ന് നമുക്ക് നോക്കാം. സോ ആനോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആക്ച്വലി ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ. അതുപോലെ നമ്മൾ കാഥോഡ് നോക്കുകയാണെങ്കിൽ എന്താണ്, റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. റിഡക്ഷൻ. ഇപ്പം നമ്മൾ ഈ ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞല്ലേ. സോ ഇത് നമുക്ക് ഈ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ, ഇപ്പം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് നമ്മളൊരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഇതിൽ കോമ്പൗണ്ട് കൺസിഡർ ചെയ്യുമെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഈ ഒരു പർട്ടിക്കുലർ ഓക്സിഡേഷൻ നമ്പർ മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ ഇന്നലെയൊക്കെ കണ്ടായിരുന്നു, ഇപ്പോൾ മാംഗനൈറ്റിൻ്റെ കേസിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ നമ്മൾ എന്താണ് കണ്ടത്, ഇപ്പം MnO4 മൈനസ് ആയിട്ട് ഈ റിയാക്ടൻ സൈഡ് നിൽക്കുന്നു. അതുപോലെ പ്രോഡക്റ്റ് സൈഡിൽ എന്താണ് Mn2+ ആയിട്ടായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. സോ അവിടെ ഒരു ചേഞ്ച്, ഇവിടെ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് മംഗനീസ് നിന്നിരുന്നെങ്കിൽ അത് പ്രോഡക്റ്റ് സൈഡിൽ നിന്ന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ അവിടെ ഒരു റിഡക്ഷൻ ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സംഭവിച്ചത്. ഓക്കെ. സോ അതെന്താണ്, അവിടെ റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ. അപ്പം റിഡക്ഷൻ ഇൻ ഓക്സിഡേഷൻ നമ്പറിനാണ് നമ്മൾ യൂഷ്വലി എന്ത് കാഥോഡ് അല്ലെങ്കിൽ പറയുന്നത്. സോ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ എന്താണ്, ഓക്സിഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം Fe ഇവിടെ +2 ആയിരുന്നെങ്കിൽ പ്രോഡക്റ്റ് സൈഡിൽ വന്നപ്പം Fe+3 ആയി. അപ്പോൾ ഒരു ഓക്സിഡേഷൻ നമ്പർ കൂടി. സോ അത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓക്സിഡേഷൻ എഴുതുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. സോ ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് എന്ത് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു, അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു. ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം +3 ഉണ്ടായിരുന്നത് +4 അല്ലെങ്കിൽ +2 ഉണ്ടായിരുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായി. അതുപോലെ ഇവിടെ എന്താണ് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഇപ്പോൾ +6 ആയിരുന്നെങ്കിൽ അത് +3 ആയി മാറി. ഓക്കെ. ആ ഒരു ഇതിനാണ് നമ്മൾ യൂഷ്വലി ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ്, ഓക്സിഡേഷൻ അതുപോലെ റിഡക്ഷൻ, കാഥോഡിൽ നടക്കുന്ന പ്രോസസ്സിനൊക്കെ നമ്മൾ യൂഷ്വലി പറയുന്നത്. ഇനി നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു ഇതിന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു ഈസി ട്രിക്ക്, ഏറ്റവും എളുപ്പമുള്ള ട്രിക്കാണ്. ആ ട്രിക്കിനാണ് ABC ട്രിക്ക് എന്ന് പറയുന്നത്. ABC ട്രിക്ക്. സോ ABC ട്രിക്ക് എന്ന് പറയുമ്പം ഈ ഓർഡർ തന്നെ നമ്മൾ ആ ഒരു ഇതിൽ കൊടുക്കുകയാണ്. സോ അതെന്താണ് ABC. സോ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ A എന്താണ് ആനോഡാണ്, അതുപോലെ B എന്ന് പറയുമ്പോൾ സോൾട്ട് ബ്രിഡ്ജ് ആണ്, അതുപോലെ C എന്താണ് കാഥോഡാണ്. സോ ഇവിടെ വരുമ്പോഴത്തേക്കും സിങ്ക് 2+ ആണ് അവിടുത്തെ ആനോഡും, അതുപോലെ Cu2+ ബാർ Cu ആണെന്ത് അവിടുത്തെ കാഥോഡുമായിട്ട് വരുന്നത്. സോ അതാണ് ബേസിക്കലി ഏറ്റവും സിമ്പിളായിട്ടുള്ള സംഭവം. സോ ആനോഡ് എന്താ, കാഥോഡ് എന്താ, ആനോഡിൽ എന്ത് നടക്കുന്നു, കാഥോഡിൽ എന്ത് നടക്കുന്നു,
പിന്നെ അത് റെപ്രസെൻറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം പറയുവാണെങ്കിൽ Zn ബാർ Zn2 പ്ലസ് ഡബിൾ മീൻസ് സോൾട്ട് ബ്രിഡ്ജ് Cu2 പ്ലസ് ബാർ Cu. സോ അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് E0 സെല്ലാണ്. സോ E0 സെല്ല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇലക്ട്രോ കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതായത് E0 സെല്ല് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ E0 സെല്ല് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ്. ഓക്കെ, അപ്പോൾ ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ്. അപ്പോൾ ഇത് വെച്ച് എന്താണ് കാത്തോഡ് ഏതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. കാത്തോഡ് എന്ന് പറയുമ്പോൾ ഏതാണ്, Cu2 പ്ലസ് ബാർ ഇതാണ് എന്ത് കാത്തോഡ് വരുന്നത്. അതുപോലെ Zn ബാർ Zn2 പ്ലസ് എന്താണ് ആനോഡാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇത് ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കാത്തോഡിൻ്റെ വാല്യൂ എത്രയാണ്, കാത്തോഡ് നോക്കുകയാണെങ്കിൽ 0.34 ആണ്, മൈനസ് ഓഫ് മൈനസ് 0.76. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ഏകദേശം 1.1 വോൾട്ട് എന്ന് ആൻസർ കിട്ടുന്നു. ഓക്കെ, സോ അതാണ് E0 സെല്ല് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം. സോ ആനോഡ് ഏതാണ് കാഥോഡ് ഏതാണ് അത് വെച്ച് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരുവാണെങ്കിൽ. ഓക്കെ, അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. റൈറ്റ് ഹാഫ് സെൽ റിയാക്ഷൻ ആൻഡ് ഓവറോൾ സെൽ റിയാക്ഷൻ ഫോർ ഇലക്ട്രോകെമിക്കൽ സെൽ. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ലൈഫായിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷനും അതുപോലെ ഓവറോൾ സെൽ റിയാക്ഷനും കണ്ടുപിടിക്കണം. സോ എന്നിട്ട് ഇതിൻ്റെ ഇലക്ട്രോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടണം. അപ്പം നമുക്ക് തന്നിട്ടുണ്ട്, അതായത് E0 ലെഡിൻ്റെ തന്നിട്ടുണ്ട്, അതുപോലെ സിങ്കിൻ്റെ തന്നിട്ടുണ്ട്, ഈ രണ്ടിത് തന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. സോ ഇനി നമുക്ക് എഴുതാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ ആ ഒരു ഇക്വേഷനെ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി എന്താണ്, ഇനി ഇതിനകത്ത് ആനോഡ് ഏതാ കാഥോഡാണെന്ന് കണ്ടുപിടിക്കുക. ആനോഡ് ഏതാണ്, ഒബ്വിയസ്ലി സിങ്ക് ആണ് ഇതിനകത്ത് ആനോഡ് വരുന്നത്. അതുപോലെ ഇതെന്താണ് കാഥോഡാണ്. ഓക്കെ, ഇനിയും ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമുക്കറിയാം. അതായത് എന്താണ് E0 സെല്ല് കാണാനാണ്. സോ E0 സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഈ കാഥോഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഈ കാഥോഡ് എന്ന് പറയുമ്പോഴത്തേക്കും -0.763 മൈനസ് ഓഫ് -0.126 വോൾട്ട്. അപ്പം നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു -0.65 റേഞ്ചിൽ ആൻസർ വരും. -0.63 റേഞ്ചിൽ ആൻസർ വരും. സോ അതാണ് നമ്മുടെ എന്ത് ഫൈനലായിട്ടുള്ള ആ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആൻസർ വരുന്നത് ആ ഒരു ഇക്വേഷനാണ്. സോ ഇതിനകത്തെ ഓക്സിഡേഷൻ ഹാഫ് എന്ന് പറയുമ്പോൾ ഏതാണ്, ഓക്സിഡേഷൻ നടക്കുന്ന എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഇതിനകത്ത് ഫസ്റ്റ് ഹാഫ് സെൽ റിയാക്ഷൻ കണ്ടുപിടിക്കാനാണ്. സോ അതിനായിട്ട് ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്ന എവിടെയാണ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലേ. ഈ ഒരു പർട്ടിക്കുലർ ഇത് കണ്ടപ്പോൾ എന്താണ്, ആനോഡിലാണ് ആക്ച്വലി ഓക്സിഡേഷൻ നടക്കുന്നത്, അതുപോലെ കാത്തോഡിലാണ് എന്ത് റിഡക്ഷൻ നടക്കുന്നത്. സോ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ആനോഡായിട്ട് വരുന്ന ഏതാണ്, ഈ ഒരു പർട്ടിക്കുലർ സിങ്ക് ആണ്. അപ്പോൾ സിങ്കിൻ്റെ അവിടെയാണ് ഓക്സിഡേഷൻ ഹാഫ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ ഹാഫ് Zn ആണ്. അതുപോലെ റിഡക്ഷൻ ഹാഫ് നടക്കുന്ന എവിടെയാണ്, ലെഡിൻ്റെ കേസിലാണ് റിഡക്ഷൻ ഹാഫ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഒരു പർട്ടിക്കുലർ ഹാഫ് ലൈഫ് റിയാക്ഷൻ്റെ ഇത് പറയുന്നത്. അപ്പം അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഏറ്റവും ബേസിക്കായിട്ട് എങ്ങനെ ഒരു സെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതിനകത്ത് ആനോഡ് ഏതാ കാഥോഡ് ഏതാണ് ബേസിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ്